വെൽക്കം ടു മാർക്ക് പ്ലസ്. എല്ലാവർക്കും മാർക്ക് പ്ലസിലേക്ക് സ്വാഗതം. ആക്ടിവിറ്റി 1. Identify the rhyming words and give the same color to each pair. ഇവിടെ റൈമിംഗ് വേർഡ്സ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. എന്നിട്ട് ഓരോ പെയറിനും സെയിം കളർ ചെയ്യണം. ഫസ്റ്റ് വൺ, ഫ്രോൺ. ഇതിൽ ഫ്രോൺ എന്ന സൗണ്ടിന് സെയിം ആയിട്ടുള്ളത് ഏതാണ്? ഡൗൺ. ഫ്രോൺ, ഡൗൺ. അപ്പോൾ ഇവിടെ ഗ്രീൻ കളർ ചെയ്യുക. നെക്സ്റ്റ് ഹോൾഡ്. ഹോൾഡ്, ഗോൾഡ്. ഇവിടെ യെല്ലോ കളർ ചെയ്യുക. നെക്സ്റ്റ് ഹാൻഡ്, അണ്ടർസ്റ്റാൻഡ്. ഇവിടെ ബ്ലൂ കളർ ചെയ്യുക. ആക്ടിവിറ്റി 2. കംപ്ലീറ്റ് ദ പോയം യൂസിങ് ദ ക്ലൂസ് ഗിവൺ ഇൻ ദ ബോക്സ്. ബോക്സിൽ തന്നിട്ടുള്ള ക്ലൂകൾ ഉപയോഗിച്ചുകൊണ്ട് പോയം കംപ്ലീറ്റ് ചെയ്യുക. നമുക്ക് ഈ പോയം ഒന്ന് നോക്കാം. മൈ ഫ്രണ്ട്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബട്ടർഫ്ലൈ. എൻ്റെ ഫ്രണ്ട് പൂമ്പാറ്റയെ പോലെയാണ്. ഫ്ലട്ടറിംഗ് ഇൻ ദ ഗാർഡൻ. പൂന്തോട്ടത്തിൽ പറക്കുന്നു. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ പീകോക്ക്. എൻ്റെ ഫ്രണ്ട് മയിലിനെ പോലെയാണ്. ഡാൻസിങ് ഇൻ ദ വുഡ്സ്. മരത്തിൽ നൃത്തം ചെയ്യുന്നു. ബാക്കിയുള്ളത് ബോക്സിൽ നിന്നും എടുത്തെഴുതാം. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ട്രീ. എൻ്റെ ഫ്രണ്ട് മരത്തിനെ പോലെയാണ്. മരം എന്താണ് ചെയ്യാറുള്ളത്? ആദ്യം നമുക്ക് ക്ലൂസിന്റെ അർത്ഥം ഒന്ന് നോക്കാം. ബ്ലൂമിംഗ് ഇൻ ദ ഗാർഡൻ. പൂന്തോട്ടത്തിൽ പൂക്കുന്നു. സ്വയിങ് ഇൻ ദ വിൻഡ്. കാറ്റിൽ ആടിയുലയുന്നു. ഷൈനിങ് ഇൻ ദ സ്കൈ. ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്നു. ഫ്ലോട്ടിംഗ് ഓൺ ദ റിവർ. നദിയിൽ പൊങ്ങിക്കിടക്കുന്നു. ഇതിൽ മരം എന്താണ് ചെയ്യാറ്? കാറ്റിൽ ആടിയുലയുന്നു. സ്വയിങ് ഇൻ ദ വിൻഡ്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ട്രീ സ്വയിങ് ഇൻ ദ വിൻഡ്. നെക്സ്റ്റ് ഫ്ലവർ എഴുതാം. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ഫ്ലവർ. ഫ്ലവറെ പൂന്തോട്ടത്തിൽ പൂക്കുന്നു അല്ലേ? ബ്ലൂമിംഗ് ഇൻ ദ ഗാർഡൻ. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ഫ്ലവർ ബ്ലൂമിംഗ് ഇൻ ദ ഗാർഡൻ. നെക്സ്റ്റ് സ്റ്റാർ എഴുതാം. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ സ്റ്റാർ. സ്റ്റാറെ ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്നു. ഷൈനിങ് ഇൻ ദ സ്കൈ. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ സ്റ്റാർ ഷൈനിങ് ഇൻ ദ സ്കൈ. നെക്സ്റ്റ് മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബോട്ട്. ബോട്ട് നദിയിൽ പൊങ്ങിക്കിടക്കുന്നു അല്ലേ? ഫ്ലോട്ടിംഗ് ഓൺ ദ റിവർ. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബോട്ട് ഫ്ലോട്ടിംഗ് ഓൺ ദ റിവർ. ആക്ടിവിറ്റി 3. ലെറ്റ്സ് ഡിസ്കസ്. ചർച്ച ചെയ്യാം. വാട്ട് ഡസ് യുവർ മദർ ഡു അറ്റ് ഹോം? വാട്ട് ഡസ് യുവർ ഫാദർ ഡു അറ്റ് ഹോം? ഡു യു ഹെൽപ്പ് യുവർ പാരൻസ്? ഹൗ? എന്താണ് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്? വാട്ട് ഡസ് യുവർ മദർ ഡു അറ്റ് ഹോം? നിങ്ങളുടെ അമ്മ വീട്ടിൽ എന്താണ് ചെയ്യാറുള്ളത്? അമ്മ എന്തൊക്കെയാണ് വീട്ടിൽ ചെയ്യാറുള്ളത്? ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നു. പിന്നെയോ? വീട് വൃത്തിയാക്കുന്നു. വസ്ത്രങ്ങൾ അലക്കുന്നു. പിന്നെന്തൊക്കെയാണ് അമ്മ ചെയ്യാറുള്ളത്? പാത്രങ്ങൾ കഴുകുന്നു. അങ്ങനെ ഒരുപാട് പണികളെ അമ്മ ചെയ്യാറുണ്ടല്ലേ? അച്ഛൻ എന്തൊക്കെയാണ് വീട്ടിൽ ചെയ്യാറുള്ളത്? അച്ഛൻ ഭക്ഷണം ഉണ്ടാക്കും, വീട് വൃത്തിയാക്കും, ചെടികൾക്കൊക്കെ വെള്ളം കൊടുക്കും. വേറെന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? കൂട്ടുകാർ പറയൂ. നിങ്ങൾ എങ്ങനെയാണ് പാരൻസിനെ ഹെൽപ്പ് ചെയ്യാറുള്ളത്? പറയൂ. ഓക്കെ, then next activity 4. Write Sasha's thoughts. Sasha offered an unyappan to the girl, but the girl ran away without accepting it. What could be Sasha's feelings? സാഷ ആ പെൺകുട്ടിക്ക് ഉണ്ണിയപ്പം കൊടുത്തു. പക്ഷേ അവളത് വാങ്ങാതെ ഓടിപ്പോയി. അപ്പോൾ എന്തായിരിക്കും സാഷയുടെ ഫീലിങ്സ്? സാഷ എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകുമെന്ന് ഇവിടെ എഴുതുക.
എന്തൊക്കെയായിരിക്കും സാഷ ചിന്തിച്ചിട്ടുണ്ടാവുക? ആരായിരിക്കും ആ പെൺകുട്ടി എന്ന് അവള് ചിന്തിച്ചിട്ടുണ്ടാകും. പിന്നെ അവൾ എവിടെ നിന്ന് വന്നു, എന്തുകൊണ്ടാണ് എൻ്റെ ഉണ്ണിയപ്പം അവൾ എടുക്കാതിരുന്നത് എന്നൊക്കെ അവള് ചിന്തിച്ചിട്ടുണ്ടാകും. അപ്പൊ നമുക്കൊന്ന് എഴുതിയാലോ? ഹൂ ഈസ് ദാറ്റ് ഗേൾ? ആരാണ് ആ പെൺകുട്ടി? എന്തുകൊണ്ടായിരിക്കും അവൾ എൻ്റെ ഉണ്ണിയപ്പം എടുക്കാത്തത്? അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാകും. വൈ ഡിഡ്ന്റ് ഷീ ടേക്ക് ആൻ ഉണ്ണിയപ്പം? അവൾക്ക് ഉണ്ണിയപ്പം ഇഷ്ടമായിരിക്കില്ലേ? ഡസൻറ്റ് ഷീ ലൈക്ക് ഉണ്ണിയപ്പം? അവൾ എന്തുകൊണ്ടാണ് ഓടിപ്പോയത്? വൈ ഷീ റാൻ അവേ? അവൾ എവിടെയായിരിക്കും ജീവിക്കുന്നത്? വേർ ഡസ് ഷീ ലൈവ്? അവൾ എന്താ സ്കൂളിലൊന്നും വരാത്തത്? വൈ ഡസൻറ്റ് ഷീ കം ടു സ്കൂൾ? ഇങ്ങനെയൊക്കെയായിരിക്കും സാഷ ചിന്തിച്ചിട്ടുണ്ടാവുക. ആക്ടിവിറ്റി 5. സാഷ ടോൾഡ് അനു ടീച്ചർ അബൌട്ട് കവിത. സാഷ അനു ടീച്ചറോട് കവിതയെക്കുറിച്ച് പറഞ്ഞു. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സാഷ ആൻഡ് ഹെർ ടീച്ചർ. സാഷയും അനു ടീച്ചറും തമ്മിലുള്ള സംഭാഷണം ഇവിടെ എഴുതുക. സാഷ അനു ടീച്ചറോട് എന്താണ് പറയുന്നത്? ടീച്ചർ, ഓൺ അവർ വേ ഹോം വി സോ എ ഗേൾ. ടീച്ചർ, ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു പെൺകുട്ടിയെ കണ്ടു. അപ്പോൾ ടീച്ചർ എന്താണ് ചോദിക്കുക? ആരാണ് ആ പെൺകുട്ടി? ഹൂ ഈസ് ദാറ്റ് ഗേൾ? അപ്പൊ സാഷ എന്ത് പറയും? അവളൊരു പാവം പെൺകുട്ടിയാണ്. അവൾക്ക് ഇവിടെ പഠിക്കാൻ വരാൻ ആഗ്രഹമുണ്ട്. ഷീ ഈസ് എ പുവർ ഗേൾ. ഷീ വാണ്ട്സ് ടു കം ഹിയർ ഫോർ സ്റ്റഡി. അപ്പോൾ ടീച്ചർ എന്താണ് പറയുക? അതെയോ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഓ, വാട്ട് കാൻ ഐ ഡു? അപ്പൊ സാഷ എന്ത് പറയും? ടീച്ചറെ, അവളെ ഇവിടെ വരാൻ വേണ്ടി സഹായിക്കണം. ഹെഡ് മാസ്റ്ററോട് അവളെ ഇവിടെ ചേർക്കാൻ വേണ്ടി പറയണം. ടീച്ചർ, ഹെൽപ്പ് ഹെർ ടു കം ഹിയർ ആൻഡ് സേ ടു ഹെഡ് മാസ്റ്റർ ടു അഡ്മിറ്റ് ഹെർ ഇൻ അവർ സ്കൂൾ. അപ്പോൾ ടീച്ചർ എന്ത് പറയും? ഡോണ്ട് വറി, അവർ ഹെഡ് മാസ്റ്റർ ഈസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ ടുഡേ. ലെറ്റ് മീ കോണ്ടാക്ട് ഹിം. നമ്മുടെ ഹെഡ് മാസ്റ്ററെ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണ്. നമുക്ക് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാം. ആക്ടിവിറ്റി 6. മിസ് അനുപമ സ്റ്റാർട്ടഡ് മെസ്സേജിങ് ദ ഹെഡ് മാസ്റ്റർ. അനുപമ ടീച്ചറെ ഹെഡ് മാസ്റ്റർക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി. സെലക്ട് suitable dialogue and fill up the chat box. താഴെ കൊടുത്തിട്ടുള്ള ഡയലോഗ്സ് ഉപയോഗിച്ചുകൊണ്ട് ചാറ്റ് ബോക്സ് കംപ്ലീറ്റ് ചെയ്യുക. ഹലോ സാർ. അനുപമ ടീച്ചറെ മെസ്സേജ് അയച്ചു. അപ്പോൾ സാർ എന്താ റിപ്ലൈ ചെയ്യും? ഹായ് അനുപമ ടീച്ചർ. നെക്സ്റ്റ് എന്തായിരിക്കും അനുപമ ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവുക? 2 കുട്ടികളെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ടുഡേ 2 of our students come to me. അപ്പോൾ ഹെഡ് മാസ്റ്റർ എന്ത് ചോദിക്കും? ആരായിരുന്നു അവർ? ഹൂ വേർ ദേ? നെക്സ്റ്റ് അനുപമ ടീച്ചർ എന്ത് പറയും? അവർ ആരായിരുന്നു? സാഷ ആൻഡ് നവീൻ. അപ്പോൾ ഹെഡ് മാസ്റ്റർ എന്താ ചോദിക്കുക? അവരെന്തിനാണ് വന്നത്? വൈ ഡിഡ് ദേ കം? അപ്പോൾ അനുപമ ടീച്ചർ എന്ത് പറയും? അവരെ ഒരു പെൺകുട്ടിയെ നമ്മുടെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി പറയാൻ വന്നതാണ്. They wanted to admit a girl to our school. അപ്പോൾ ഹെഡ് മാസ്റ്റർ എന്ത് പറഞ്ഞു? ഓ നോ ഇഷ്യൂ, വി ഷാൾ ഡു ഇറ്റ്. ഒരു പ്രശ്നവുമില്ല, നമുക്ക് അവളെ ഇവിടെ ചേർക്കാം. അപ്പോൾ ടീച്ചർ എന്ത് പറഞ്ഞു? താങ്ക് യു സോ മച്ച്.